നമ്മുടെ ധർമ്മം മതം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായതാണ്. ഇപ്പൊ ഹംഗറിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഗവൺമെന്റ് തന്നെ 10-13 ഗ്രാമം ഇസ്കോണിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നമ്മളൊരു 2021 നമ്മുടെ ഇസ്കോണിൽ ഒത്തിരി ഡിവോട്ടീസ് 2 പേര് മരിച്ചു എന്നാണ്. നമ്മളൊരു സ്പിരിച്വൽ സ്ഥാപനത്തിനെതിരെയുള്ള ഇങ്ങനെ ഒരു വയലൻസ് ആണ്. ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായ ഒരു വൈഷ്ണവ രാജ്യമായിരുന്നു. ഈ ഒരു മതവികാരം വന്ന് അവര് ഇസ്കോൺ ക്ഷേത്രങ്ങളെ തകർക്കുകയും അവിടുത്തെ അന്തേവാസികളെ ഉപദ്രവിക്കുക, കൊല്ലുക വരെ ചെയ്തു. ഒരു സൈക്കോളജിക്കൽ മിററാണ് ഭഗവത്ഗീത. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നല്ല സ്വഭാവങ്ങളും എൻ്റെ ദോഷവും ഞാൻ അതിൽ കൂടെ കാണാൻ പറ്റും. പ്രഭുപാദ് സ്വാമികൾ 70കളിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അമേരിക്കയിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ ഫോർഡ് മോട്ടോർ കമ്പനിയുടെ ഗ്രാൻഡ്സൺ ആൽഫ്രഡ് ഫോർഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം അദ്ദേഹം പണിതുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിൽ ഒറ്റയ്ക്ക് പോയ ഹോട്ടലിൽ മുറി കിട്ടത്തില്ല. ഇന്നലെ രാത്രി നിങ്ങളോടൊപ്പം മോനും ഉണ്ടായിരുന്നല്ലോ, മുറിക്കകത്ത് കയറിപ്പോയത് ഞാൻ കണ്ടല്ലോ, രാവിലെ നിങ്ങളോടൊപ്പം ഇറങ്ങിയത് കണ്ടല്ലോ. ഇസ്കോൺ അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് 1996 AC-യിലാണ് ഇസ്കോൺ സ്ഥാപിതമായത്. ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതത്തിൻ്റെയും പഠിപ്പിക്കൽ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇസ്കോൺ. നമ്മളിന്നുള്ളത് ട്രിവാൻഡ്രം പള്ളിച്ചിലുള്ള ഇസ്കോൺ ടെമ്പിളിലാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങൾ കമൻറ്റുകളും രേഖപ്പെടുത്തുക. എന്നോടൊപ്പം ഉള്ളത് ഇസ്കോൺ ടെമ്പിളിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ശ്രീ ജഗത് സാക്ഷി പ്രഭുവാണ്. നമസ്കാരം പ്രഭുജി. അപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം ഇസ്കോൺ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു കൃഷ്ണ ഡിവോട്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അപ്പം പ്രഭുജി എങ്ങനെയാണ് ഈ ഇസ്കോണിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇസ്കോണിലുള്ള ഒരു ആത്മീയ ജീവിതം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? ഏവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇസ്കോണുകാർ വന്ന് ഭഗവത്ഗീത ക്ലാസ് കുട്ടികൾക്കായി, സ്കൂൾ കുട്ടികൾക്കായി നടത്തി. അങ്ങനെ അതിൽ പരിചയപ്പെട്ട് വന്നതാണ്. ഇസ്കോൺ പ്രസ്ഥാനം പ്രത്യേകിച്ചും യുവാക്കൾക്കായിട്ട് ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. ഭഗവത്ഗീത ക്ലാസ്സുകൾ, യോഗ ക്ലാസ്സുകൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ 1991 ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ വന്നതാണ് ഇതിലേക്ക്. അപ്പം നമ്മളൊരു ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഈ ഗോമാതാവിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതും നമ്മുടെ ഈ ഒരു ഇസ്കോൺ സ്ഥാപനം അല്ലെങ്കിൽ ഇസ്കോൺ ടെമ്പിളും നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? അതായത് ഗോമാത മാത്രമായിട്ട് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു സനാതന ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിത രീതി, നമ്മുടെ ധർമ്മം മതം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായതാണ്. ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫ്, ജീവിത രീതി. അതിന് പിന്നെ പലതരത്തിലുള്ള ഒരു ചായം കൊടുത്തതാണ് പിന്നെ മതമെന്നും പിന്നെ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമെന്നും ഒക്കെ. ഇത് ആദ്യം ഒരു ജീവിത രീതി. അപ്പം നമ്മുടെ ജീവിത രീതി എന്ന് പറയുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിത രീതിയാണ്. നമ്മൾ പ്രകൃതിയെ സഹായിക്കുന്നു, പ്രകൃതി നമ്മളെ സഹായിക്കുന്നു. അപ്പം മൃഗങ്ങളിൽ പശു മനുഷ്യന് ഏറ്റവും കൂടുതൽ സഹായകരമാണ്. അപ്പം നമ്മൾ അവരെ സംരക്ഷിക്കുന്നു, അവർ നമ്മളെ സംരക്ഷിക്കുന്നു. നമ്മൾ മരം ചെടി കൊടികളെ സംരക്ഷിക്കുന്നു, ആ മരം ചെടി കൊടികൾ നമ്മളെ സംരക്ഷിക്കുന്നു. അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിതം. അതിൽ പശുവിന് പ്രാധാന്യമുണ്ട്, തുളസിക്ക് പ്രാധാന്യമുണ്ട്, നദികൾക്കും പർവ്വതങ്ങൾക്കും പ്രാധാന്യമുണ്ട്, ധ്യാനത്തിന് പ്രാധാന്യമുണ്ട്, കൃഷിക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ ഒരു ജീവിതശൈലി. ഇപ്പം നമ്മുടെ ഇസ്കോൺ ടെമ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ഇസ്കോൺ സെൻറ്റേഴ്സ് ലോകമെമ്പാടുമുണ്ട്, പല പല രാജ്യങ്ങളിലുണ്ട്. ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അപ്പം അതിൽ പ്രഭുജിക്ക് മനസ്സിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു പ്രവർത്തനം എന്തായിരിക്കും?
ഇസ്കോണിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് പല മേഖലയിൽ വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഭൂമിയിൽ തന്നെ ഒരു 2-3 രാജ്യങ്ങളിലെ ഇസ്കോൺ ഇല്ലാതെ ഉള്ളൂ. നോർത്ത് കൊറിയയിലില്ല, പിന്നെ 1-2 രാജ്യങ്ങളിലെ, ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇസ്കോൺ പ്രവർത്തനമുണ്ട്. ചില സ്ഥലങ്ങളിൽ യുദ്ധഭൂമിയിൽ ചെന്ന് ഫുഡ് പാക്കറ്റ്സ് വിതരണം ചെയ്യുന്നത് ചില രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹംഗറിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഗവൺമെൻറ് തന്നെ 10-13 ഗ്രാമം ഇസ്കോണിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫുൾ മേയർ ഒരു ഇസ്കോൺ മെമ്പറാണ്. അങ്ങനെ 10-13 ഗ്രാമങ്ങൾ തന്ന് അവരവിടെ ഫുൾ കൃഷി ചെയ്ത് ഗവൺമെൻറ്റിന് അവർ സപ്ലൈ ചെയ്യുന്നു. ഇപ്പം ഇന്ത്യയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ ലക്ഷക്കണക്കിൽ ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷനുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സേവനം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ അല്പം ദേഷ്യത്തിലിരുന്നും വികാരത്തിലിരുന്നും അവൻ എന്താ പറയുക പ്രക്ഷോഭമാകുന്നതിൽ നിന്നൊക്കെ അവനെ ശാന്തനാക്കി ഒരു പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ ആക്കുന്ന കൗൺസിലിംഗ് പ്രോഗ്രാമാണ് എനിക്ക് ഇസ്കോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം. യുദ്ധം എന്നുള്ളൊരു കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മളൊരു 2021-2024 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇസ്കോണിൽ ഒത്തിരി ഡിവോട്ടീസ് 2 പേര് മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഒരു വയലൻസ്, നമ്മളൊരു സ്പിരിച്വൽ സ്ഥാപനത്തിനെതിരെയുള്ള ഇങ്ങനെ ഒരു വയലൻസ് ആണ് 2021-2024 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഒരു സ്പിരിച്വൽ സ്ഥാപനം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡിവോട്ടീസ് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് നടപടിയാണ് എടുത്തത് അതിനെതിരെയായി? ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പ് അത് പൂർണ്ണമായ ഒരു വൈഷ്ണവ രാജ്യമായിരുന്നു. രാധാകൃഷ്ണ ക്ഷേത്രം മാത്രം ഇന്ന് ബംഗ്ലാദേശിൽ 200-ൽ കൂടുതൽ ക്ഷേത്രങ്ങളുണ്ട്. വലിയ ഇസ്കോണിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കില, 1-2 മെമ്പേഴ്സ് അല്ല, അങ്ങനെ വലിയ ഒരിതാണ്. പിന്നെ ഈ ഒരു മതവികാരം വന്ന് അവർ ഇസ്കോൺ ക്ഷേത്രങ്ങളെ തകർക്കുകയും അവിടുത്തെ അന്തേവാസികളെ ഉപദ്രവിക്കുക, കൊല്ലുക വരെ ചെയ്തു. അപ്പം അതിന് ഇസ്കോൺ വന്നിട്ട് അതേ രീതിയിൽ റിയാക്റ്റ് ചെയ്തില്ല. അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത. തീ കത്തുമ്പോൾ ആ തീയിൻ്റെ മേലെ വീണ്ടും തീ കോരി ഇട്ടാൽ ഒരിക്കലും തീ അണയില്ല. പക്ഷേ അവരെ എതിർക്കാതെ, എന്നാൽ അതേ സമയം അന്നദാനം, നാമസങ്കീർത്തനം, ഗീതാ പഠനം ഈ പരിപാടികൾ ശക്തമാക്കി ചെയ്തു. ഒരു നോൺ വയലൻസ് മൂവ്മെൻറ്റ് എന്ന് പറയാം. അങ്ങനെ ചെയ്ത് ഇപ്പോൾ കുറച്ച് അവിടെ ഒരു ഭേദമുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണന് ഒത്തിരി അധികം സന്ദേശങ്ങളുണ്ടല്ലോ നമ്മുടെ ഡിവോട്ടീസിന് വേണ്ടി ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ ഇസ്കോൺ എന്നുള്ള ഒരു സെൻറ്റർ, ഒരു ടെമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൃഷ്ണൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡിവോട്ടീസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന ഒരു സന്ദേശം എന്തായിരിക്കും പ്രഭുജിയുടെ ഭാഗത്ത് നിന്ന്? പ്രധാനമായിട്ട് നമ്മുടെ ഭഗവത്ഗീത മെസ്സേജാണ് കൊടുക്കുന്നത്. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ അതിൽ ഒരു വിഭാഗം എന്നല്ല. ഇപ്പോൾ ഗീതയിൽ ദേഷ്യത്തിനെ കുറിച്ച് പറയുന്നു, ഈഗോയെക്കുറിച്ച് പറയുന്നു, ഒരു നല്ല റിലേഷൻഷിപ്പ് എങ്ങനെ പുലർത്താം എന്ന് പറയുന്നു, സമാധാനത്തോടെ ഇരിക്കാൻ പറയും, ബിസിനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ആത്മാവിനെ, മരണം. ഗീതയ്ക്കകത്ത് തൊടാത്ത വിഷയങ്ങളേ ഇല്ല. അപ്പോൾ ഗീത ആദ്യം ഒരു കണ്ണാടി എന്ന് പറയാം, മുഖം നോക്കുന്ന കണ്ണാടി. അപ്പോൾ ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഗുണവും ദോഷവും, എൻ്റെ സൗന്ദര്യവും എൻ്റെ എല്ലാം എനിക്ക് കാണാൻ പറ്റും. അതേപോലെ ഒരു സൈക്കോളജിക്കൽ മിററാണ് ഭഗവത്ഗീത. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നല്ല സ്വഭാവങ്ങളും എൻ്റെ ദോഷവും ഞാൻ അതിൽ കൂടെ കാണാൻ പറ്റും. അതിലിരുന്ന് നമുക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പം ഗീതാ സന്ദേശമാണ് ഏറ്റവും പ്രധാനം. അതിൽ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ, അർജുന, നിൻ്റെ മനസ്സാണ് നിൻ്റെ ഏറ്റവും വലിയ മിത്രവും നിൻ്റെ ശത്രുവും. രണ്ടും നിൻ്റെ മനസ്സ് തന്നെയാണ്. അപ്പോൾ നിൻ്റെ മനസ്സിനെ നീ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിനക്ക് പുറമേ ശത്രുക്കളോ ഇതൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞങ്ങൾ കൂടുതൽ വ്യാപകമായി പറഞ്ഞ് ജനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇപ്പം ലോകത്തെമ്പാടും ഇസ്കോൺ സെൻറ്റേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 600-ൽ പരം ഇസ്കോൺ സെൻറ്റേഴ്സ് ഉണ്ട്. 110 രാജ്യങ്ങളിൽ അത് വ്യാപിച്ച് കിടക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു
ശക്തമായും കേട്ടൊരു പേര് ഒരു ഫോറിനറിൻ്റെ പേരാണ്. അതായത് നമ്മുടെ ഫോർഡ് മോട്ടോർ കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള ഹെൻറി ഫോർഡിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ. അപ്പം അദ്ദേഹം പേര് മാറ്റി ഇപ്പോൾ അംബരീഷ് ദാസ് എന്നാക്കി. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ ഒരു ഇസ്കോൺ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ ഇസ്കോൺ സെൻറ്ററിലേക്ക്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവ് എങ്ങനെയായിരുന്നു? ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകാചാര്യനായ പ്രഭുപാദ് സ്വാമികൾ 70കളിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അമേരിക്കയിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ ഫോർഡ് മോട്ടോർ കമ്പനിയുടെ ഗ്രാൻഡ്സൺ ആൽഫ്രഡ് ഫോർഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അന്ന് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് ഭഗവത്ഗീത ക്ലാസ്സൊക്കെ പങ്കെടുക്കുകയും അദ്ദേഹം ഒരു എന്താ പറയുക വൈഷ്ണവ ദീക്ഷയെടുത്ത് ഒരു ഇന്ത്യൻ ലേഡിയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. അദ്ദേഹം ക്ഷേത്രത്തിൽ രാവിലെ പൂജയ്ക്ക് പോകും, പൂജയൊക്കെ ചെയ്യും, ജപം ചെയ്യും, ഭഗവത്ഗീത ഒക്കെ പഠിക്കും. 10 മണിക്ക് തൻ്റെ ഓഫീസിലേക്ക് പോകും. പിന്നെ അതേപോലെ വൈകിട്ട് 5-6 മണിക്ക് വീണ്ടും അമ്പലത്തിലേക്ക് വരും, കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ജീവിത രീതിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനും 60 വയസ്സോളമായി. അദ്ദേഹം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം അദ്ദേഹം പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു 750 കോടി രൂപ ചിലവാക്കി, അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം ചിലവാക്കി പശ്ചിമ ബംഗാൾ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയൊരു ക്ഷേത്രം അദ്ദേഹം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യോഗ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭക്തി യോഗ എന്നുള്ളവർക്ക് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് ഭക്തി യോഗ, നമ്മളത് എങ്ങനെയാണ് പരിശീലിക്കുന്നത്? ഓക്കെ, വെറും യോഗ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു എക്സസൈസ് മാത്രമേ ആകുന്നുള്ളൂ. ഇന്ന് കാലത്ത് പലതരത്തിൽ ശരീരം നന്നായി നിലനിർത്താനായി എക്സസൈസുകളുണ്ട്. അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ ആ ഒരു തരത്തിൽ മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ യോഗ എന്ന വാക്ക് യുജ് എന്ന വാക്കിലിരുന്ന് ഉത്ഭവിച്ചതാണ്. യുജ് എന്ന് പറഞ്ഞാൽ ബന്ധം, കണക്ഷൻ. അപ്പോൾ യോഗയെ മനസ്സുമായി കണക്റ്റ് ചെയ്തിട്ട് എൻ്റെ ബോധം, ബുദ്ധി, ദൈവം ഈ കോൺസെപ്റ്റിൽ ആ എക്സസൈസിനെ കണക്റ്റ് ചെയ്യുമ്പോൾ അതിനെ ഭക്തി യോഗ എന്ന് പറയും. അല്ലെങ്കിൽ അത് വെറും യോഗ മാത്രം. ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്നതുകൊണ്ട് അതിനെ ഭക്തി യോഗ എന്ന് പറയും. നമ്മളൊരു സ്പിരിച്വൽ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇസ്കോണിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഇസ്കോൺ വന്നിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ തന്നെ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ ദിവസം നമ്മുടെ ക്യാൻസർ ഹോസ്പിറ്റൽ RCCയിൽ ദിവസവും ഇവിടെ അമ്പലത്തിലിരുന്ന് 250-300 പാക്കറ്റ് ഭക്ഷണം. കാരണം അത് രാവിലെ 4-5 മണിക്കേ തുടങ്ങും. ഈ 300-400 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി പിന്നെ അതൊക്കെ ഇൻഡിവിജ്വലി പാക്ക് ചെയ്ത് നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോയി ദിവസം ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല പല സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിനുള്ള സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൊറോണ ഫ്ലഡൊക്കെ വന്ന സമയത്ത് നമ്മുടെ വലിയ രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഈ ഇസ്കോൺ ടെമ്പിളിൽ അല്ലെങ്കിൽ ഇസ്കോൺ സെൻറ്റേഴ്സിൽ സ്ത്രീകളുടെ പ്രാധാന്യം എന്താണെന്നൊന്ന്? അങ്ങനെ സ്ത്രീകളെന്നും പുരുഷന്മാരെന്നും യാതൊരു വ്യത്യാസവും ഇല്ല. പുരുഷന്മാർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സ്ത്രീകൾ വരുന്നുണ്ട്, പൂജകൾ ചെയ്യുന്നുണ്ട്, അവർ ഗീതയും ഭാഗവതവും പഠിപ്പിച്ച് അവർ ടീച്ചേഴ്സ് ആകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊരു സൺഡേ സ്കൂളുണ്ട്. ഈ സൺഡേ സ്കൂൾ ഗീത പഠിപ്പിക്കാൻ അത് ഫുള്ളി സ്ത്രീകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ 10,500 സ്റ്റുഡൻസ് ഉണ്ട്, 10-20-30 ടീച്ചേഴ്സ് ഉണ്ട്. അവരെല്ലാം ഗീത പഠിച്ച് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും അവർ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അർജുനന് ഒത്തിരി ഉപദേശങ്ങൾ ശ്രീകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സന്ദേശങ്ങൾ നമ്മൾ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രഭുജീനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ശ്രീകൃഷ്ണൻ്റെ ഒരു സന്ദേശം എന്തായിരിക്കും? അതായത് ഭഗവത്ഗീതയുടെ അവസാനത്തെ ഒരു ശ്ലോകമുണ്ട്, എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര. എവിടെ ഒരു വിശ്വാസിയുണ്ടോ, ആത്മീക വിശ്വാസിയുണ്ടോ, എവിടെ ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ശാന്തി, സമാധാനം, ഐശ്വര്യം എന്നുള്ളത് നിറഞ്ഞു നിൽക്കും എന്നാണ് പറയും. ഇത് ഗീതയുടെ അവസാനത്തെ ശ്ലോകമാണ്. അതാണ് നമുക്ക് പ്രിയപ്പെട്ട സന്ദേശവും. ഇപ്പം ഇസ്കോണിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒത്തിരിയധികം വർഷങ്ങളായല്ലോ പ്രഭുജി ഇസ്കോണിനോട് പ്രവർത്തിക്കുന്നു, ഒത്തിരിയധികം ഭക്തരെ കാണുന്നു ലോകം എമ്പാടുമുള്ള. അപ്പം
ഒരു കുറേ അധികം ഭക്തന്മാർ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറേ അധികം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഭക്തൻ പങ്കുവെച്ചൊരു അനുഭവമോ അല്ലെങ്കിൽ പ്രഭുജിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമോ ഒരു സംഭവമോ അങ്ങനെ എന്തെങ്കിലും? അതായത് മിറാക്കിൾസ് ഉണ്ട്, പക്ഷേ അത് വിശ്വസിക്കുന്നവർക്കും അവരുടെ അനുസരിച്ചാണ്. ഏറ്റവും വലിയ മിറാക്കിൾ എന്ന് പറയുന്നത് തന്നെ മനുഷ്യ ശരീരമാണ്. ഇന്ന് വരെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ട് ഇതൊന്നും മനുഷ്യന് മുഴുവനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഭാഗവതത്തിൽ ഒരു ചെറിയ കാര്യം പറയാം, മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് ബന്ധമുള്ളതാണ്. ഭാഗവതം പറയുന്നു, നമുക്ക് ബോധം ഉണർന്നിരിക്കുന്നതിനും ബോധക്ഷയം വരുന്നതിനും നടുക്കൊരു ചെറിയ ലൈനാണുള്ളത്. ഓരോ മനുഷ്യർക്കും അവൻ്റെ ശരീരത്തിൽ വേദന എത്രമാത്രം സഹിക്കാൻ പറ്റും എന്നുള്ളതിനൊരു നിർണയമുണ്ട്. ഇപ്പം എനിക്കൊരു ലിമിറ്റ് വരെ വേദന സഹിക്കാൻ പറ്റുള്ളൂ അല്ലേ, ഓരോരുത്തർക്കും. ആ വേദന അധികമാകും, ആ ലിമിറ്റ് കടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഷ്യസ്നെസ് ഉറങ്ങാൻ പോകും, നമ്മൾ അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകും. മനുഷ്യ ശരീരമാണ് ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായതിൽ ഏറ്റവും വലിയ അത്ഭുതം. അതിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നു, പ്രവർത്തനങ്ങളുണ്ടാകുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം അത്ഭുതമാണ്. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് അതിൽ വിശ്വസിക്കാം. അതിനെ കൃത്രിമമായി ചോദ്യം ചെയ്യുന്ന അനേകം ആൾക്കാരും ഉണ്ട്. അതവരവരുടെ സ്വന്തം വിശ്വാസമാണ്. അപ്പോൾ ഒരു അനുഭവം എന്ന് ചോദിച്ച കൊണ്ട് പറയാം, ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു മെമ്പർ ഗുരുവായൂർ പോയിരുന്നു. അവർ പങ്കുവെച്ച ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയാം, ഗുരുവായൂരിൽ ഒറ്റയ്ക്ക് പോയ ഹോട്ടലിൽ മുറി കിട്ടത്തില്ല. അങ്ങനെ മുറി അതാരോ പണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിപ്പോൾ ഗുരുവായൂരിൽ ഫാമിലി ആയിട്ട് പോകണം, അല്ലെങ്കിൽ 2-3 പേരായിട്ട് പോകണം. സിംഗിൾ ഒരാൾ പോയാൽ റൂം തരത്തില്ല. നമുക്ക് പരിചയമുള്ള ബാങ്ക് സ്റ്റാഫാണ് അവർ പോയി. പക്ഷേ എന്തോ ട്രാഫിക്കൊക്കെ കാരണം എത്തിയപ്പോൾ ലേറ്റായി, രാത്രി 8-8:30 അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് അടുത്ത ദിവസം രാവിലെ പ്രഭാതം തൊഴുതിട്ട് വരാമെന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അപ്പോൾ ഇവർ അമ്പലത്തിൽ പോയി, അവിടെ ഗുരുവായൂരെത്തിയപ്പോൾ രാത്രി 8-8:30. എല്ലാ ഹോട്ടലിലും കയറി ഇറങ്ങി ആരും മുറി തന്നില്ല. അവർ നടന്ന് 10-11 മണി വരെ നടന്നു. പിന്നെ മനസ്സിൽ വിചാരിച്ചു, ഇത് കാണുന്നത് അവസാനത്തെ ഹോട്ടൽ, ഞാൻ ചെന്ന് ചോദിക്കും, മുറി തന്നാൽ കിടക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും മുറ്റത്ത് കിടക്കാം എന്ന് ഇവർ മനസ്സിൽ വിചാരിച്ചു. ഇവരൊരു ബാങ്ക് എംപ്ലോയിയും കൂടെയാണ്. അങ്ങനെ ലാസ്റ്റ് ഒരു ഹോട്ടലിൽ ചെന്ന് ചോദിച്ചപ്പോൾ ആ മാനേജർ ഒന്നും പറഞ്ഞില്ല. ആധാർ കാർഡും വാങ്ങിച്ച് പേരും എഴുതി മുറിയും കൊടുത്തു. രാവിലെ ഇവർ പോയി അമ്പലത്തിലും തൊഴുതു, തിരിച്ചിറങ്ങി. റൂം വെക്കേറ്റ് ചെയ്തപ്പോൾ മാനേജർ ചോദിച്ചു, മോൻ എവിടെ എന്ന് ചോദിച്ചു. സ്ത്രീ പറഞ്ഞു, മോനോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ വന്നത്. അല്ല, ഇന്നലെ രാത്രി നിങ്ങളോടൊപ്പം മോനും ഉണ്ടായിരുന്നല്ലോ, മുറിക്കകത്ത് കയറിപ്പോയത് ഞാൻ കണ്ടല്ലോ, രാവിലെ നിങ്ങളോടൊപ്പം ഇറങ്ങിയത് കണ്ടല്ലോ എന്ന് മാനേജർ പറഞ്ഞു. ഇവർക്കതൊരു മഹാ അത്ഭുതമായിരുന്നു. ഇവർ കൂടെ ആരുമില്ല, പക്ഷെ മാനേജർ കൂടെ ഒരാളെ കണ്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അനുഭവങ്ങൾ ഉള്ളവർക്ക് അനുഭവങ്ങളുണ്ട്.